ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറി കേട്ടോ. അപ്പോൾ ഞാനും അപ്പം വിചാരിച്ചു രാവിലെ അമ്പലത്തിലൊക്കെ പോകുന്നു. കാരണം അമ്മ ബിസിയാണ്, അച്ഛനും വരില്ല. അച്ഛനും വല്ലപ്പോഴൊക്കെ അമ്പലത്തിൽ വരില്ല. നിരീശ്വരവാദി എന്നല്ല, പക്ഷെ എന്തോ അറിയില്ല, അച്ഛൻ വരില്ല. എന്നാൽ ഇടയ്ക്ക് വരികയും ചെയ്യും, അച്ഛൻ്റെ മൂഡ് പോലെയാണ്. അങ്ങനെ ഞാൻ അപ്പൂനെ വെയിറ്റ് ചെയ്ത് ചെരുപ്പൊക്കെ ഇട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ കാലം സ്വെല്ലിങ് കാണുന്നത്. ഞാൻ പ്രഗ്നൻസിയിൽ ഫേസ് ചെയ്തൊരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഈ സ്വെല്ലിങ് ആട്ടോ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ബ്രൂസ്ലീനെ കൂട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ബ്രൂസ്ലി എന്നെ അടിമുടി നോക്കുന്നുണ്ടായിരുന്നു. ഇനി ഭയങ്കര ഇഷ്ടമാട്ടോ കൂട്ടി കിടക്കാൻ. അങ്ങനെ പിന്നെയും ഞാൻ അപ്പൂനെ വെയിറ്റ് ചെയ്ത് പോകാൻ നേരത്താണ് അവന് വണ്ടി കഴുകുന്നത്. പിന്നെ ഇന്ന് എനിക്ക് കണ്ണെഴുതി ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് നടന്നു വെച്ചാണ് ഞാൻ കണ്ണെഴുതിയത് രണ്ടും ഒരുപോലെ വന്നത്, ഏകദേശമൊക്കെ ഒരുപോലെ. അങ്ങനെ ഫേസൊക്കെ തടിച്ചു. ചിന്നിക്കുട്ടി ചിന്നിക്കുട്ടി പിന്നെ ഞാൻ പുറത്തുനിന്ന് പോയി കാലൊന്നുകൂടെ നോക്കി, ഭയങ്കര സ്വെല്ലിങ്. അങ്ങനെ ഞാനിപ്പോൾ താഴെ ഇറങ്ങി അപ്പൂവിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം വീട് കയറ്റത്തിലായതുകൊണ്ട് എനിക്ക് കയറ്റത്തിൽ നിന്ന് വണ്ടി കയറാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ താഴെ ഇറങ്ങി നിൽക്കും. തിരിച്ച് വീട്ടിൽ പോകുവാണെങ്കിൽ എന്നെ ഇവിടെ ഇറക്കി ഇവിടെ ഞാൻ കയറി പോകും. അടുത്ത് തന്നെ കേട്ടോ വീട്. വീടിൻ്റെ തൊട്ട് താഴെയുള്ള റിസോർട്ടാണ്. നല്ല രസമാണ് കാണാൻ. ഇതാണ് മോർണിംഗ് വ്യൂ. ഞാൻ ആലോചിക്കുക, ഈ വ്യൂവും ഈ ക്ലൈമറ്റൊക്കെ വിട്ടിട്ടല്ല ഞാൻ ഡൽഹി പോയി കിടക്കുന്നത്. ഞാൻ ഖേദിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ, ജോലിയും ഞങ്ങളുടെ ലൈഫ് അവിടെ ആയിപ്പോയി. അങ്ങനെ വിശന്നിരുന്നപ്പോൾ ഞാൻ അപ്പോഴത്തേനും ദോശ കഴിക്കാണ്. കാരണം ഫാസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലഡ് കൊടുക്കാനായിരുന്നു പോയത്. പിന്നെ ഭയങ്കര വിശപ്പായതുകൊണ്ട് ദോശ കഴിച്ചിട്ട് അമ്പലത്തിൽ പോയി വിചാരിച്ച് അങ്ങനെ അമ്പലത്തിലെത്തി പ്രാർത്ഥിച്ചു. പിന്നെ റിസൾട്ട് കിട്ടാൻ 1 hour വേണം പറഞ്ഞപ്പോൾ അവിടെ തന്നെ ഒരു ആൽമരമുണ്ട്. ഇത് മാരിയമ്മൻ ക്ഷേത്രം കേട്ടോ. നല്ല ആംബിയൻസാണ് ഇവിടെ, നല്ലൊരു പീസ്. അങ്ങനെ ഡ്രസ്സ് എടുത്തു. അങ്ങനെ വിശന്നപ്പോൾ ബ്രിട്ടനിൽ പോയി സൂപ്പ് അടിച്ചു. ഹെൽത്തി ആണെന്ന് വിചാരിച്ചു. ഞാൻ സോസും കാര്യമൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നെ കേട്ടോ ഈ സൂപ്പ്. നല്ല രസമല്ലേ? ഞാനിതൊക്കെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ പറയുമ്പോഴാണ് ഞാൻ ഇതൊക്കെ മുന്നേ ഉണ്ടെന്ന് അറിയുന്നത്. ഞാൻ മീനും ഈ കുളം പോലത്തെ സംഭവമൊക്കെ പുതിയതായിട്ട് അതിന് അടിപൊളിയായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി അമ്മേനെ കൂട്ടി അച്ഛൻ വന്നു, ഡ്രസ്സെല്ലാം മാറ്റി. അങ്ങനെ ഒരു റിസോർട്ടിന് സെലിബ്രേറ്റ് ചെയ്യാനാണ് വിചാരിച്ചു. പക്ഷെ അച്ഛൻ ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഫിറ്റ് ശരിയാവാഞ്ഞിട്ട് അത് മാറ്റാൻ പോയി. അങ്ങനെ ആ പ്ലാൻ മാറ്റി, കാരണം ടൈം ഒരുപാട് വൈകിപ്പോയല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ ആക്കാമെന്ന് വെച്ച് താഴെയുള്ള റിസോർട്ടിൽ നിന്ന് ബോഗൻവില്ലയൊക്കെ പറിച്ചൊരു ഹാർട്ട് ഷേപ്പൊക്കെ ആക്കി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ക്യാൻഡിലൊക്കെ മുന്നേ ഓർഡർ ചെയ്തായിരുന്നേ. അവരെന്തായാലും ഭയങ്കര ഹാപ്പിയായി. അമ്മേൻ്റെ ഫേസിലാണ് എനിക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാവുന്നത്. അച്ഛൻ പിന്നെ ഹാപ്പി ആണെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അതങ്ങനെ എക്സ്പ്രസ് ചെയ്യില്ല, എല്ലാം ഉള്ളിലാണ്. അങ്ങനെയാണല്ലോ അച്ഛന്മാർ. അമ്മമാരെന്ന് പറയുമ്പോൾ എല്ലാം ഭയങ്കര എക്സ്പ്രസീവ് ആണല്ലോ. ഇത് അമ്മ തന്നെ ഉണ്ടാക്കിയ വൈനാട്ടോ. വൈൻ ഗ്ലാസ് വാങ്ങണമെന്ന് വിചാരിച്ച് പക്ഷെ മറന്നുപോയി. അപ്പോൾ ഇവിടെയുള്ള ഗ്ലാസ്സിലാക്കി. അങ്ങനെ ഗിഫ്റ്റ് എല്ലാം കൊടുത്തു. അമ്മ ഭയങ്കര ഹാപ്പിയായി, അച്ഛനും ഹാപ്പിയായി എന്ന് തോന്നുന്നു. അങ്ങനെ നല്ല ഫോട്ടോയൊക്കെ എടുത്ത് നല്ല റൊമാൻറ്റിക് പോസിലൊക്കെ അവരെ കൊണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞ് അമ്മയ്ക്ക് സ്വന്തമായിട്ട് കുറച്ച് ഫോട്ടോ എടുക്കണം എന്നൊക്കെ. ഇതൊക്കെ അപ്പം സെറ്റ് ചെയ്ത് കേട്ടോ. പിന്നെ പൂവൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ആയിരുന്നു വിചാരിച്ചത്, പക്ഷെ ഒന്നിനും സമയം കിട്ടിയില്ല. അങ്ങനെ ഇവർ ഹാപ്പി ആയപ്പോൾ ഞാനും അപ്പോൾ ഹാപ്പി. നമ്മുടെ പേരൻസ് ഹാപ്പി ആകുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കുമല്ലോ. അങ്ങനെ അമ്മ പറഞ്ഞ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കണം. അങ്ങനെ അമ്മേൻ്റെ എല്ലാമായ ബ്രൂസ്ലീനെ കൊണ്ടും എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നാട്ടിലങ്ങനെ ഉണ്ടാവലില്ല. ഒന്നില്ലേ അച്ഛനുണ്ടാവില്ല, ഇല്ലെങ്കിൽ ഞാനുണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് വീട്ടിലുള്ള ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഫങ്ഷനൊക്കെ മിസ്സാവുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഭയങ്കര ഹാപ്പിയായി.